ഹായ് ഗൈസ്, എൻ്റെ 62 സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. റോന്ത് എന്ന സിനിമ കണ്ടു, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, ഫാമിലി ആയിട്ട് പോയി കണ്ടു, ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഷാഹിദ് കബീർ മാൻ, അങ്ങേര് ഒരു രക്ഷയില്ല കേട്ടോ. ഷാഹിദ് കബീർ ആരാന്നറിയാവോ? അങ്ങേര് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഡയറക്ടറാണ്, അങ്ങേര് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു റൈറ്ററാണ്. അങ്ങേര് സംവിധാനം ചെയ്ത് ഈടവീട പൂഞ്ചറ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാള സിനിമയെ സ്നേഹിക്കുന്നതിൽ അർത്ഥമില്ല. ആ സിനിമ നിങ്ങളെ എങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു പടം. അടിപൊളി. ദിലീഷ് പോത്തനെ നമ്മുടെ റോഷൻ മാത്യുവിനെ നായകനാക്കി ഷാഹിദ് കബീർ എന്ന സംവിധായകൻ അങ്ങേര് തന്നെ തിരക്കഥ എഴുതി അങ്ങേര് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് റോന്ത്. ഇതിനു മുമ്പ് അങ്ങേര് തിരക്കഥ എഴുതിയ സിനിമയാണ് ജോസഫ്. ജോസഫ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ജോജി ജോർജിന്റെ. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയ സിനിമയാണ് നായാട്ട്. നായാട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടോ ഇതെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. നായാട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരക്കഥ എഴുതിയ സിനിമയാണ് ഇപ്പം നമ്മൾ കുറച്ച് നാൾ മുമ്പ് റിലീസായിരുന്നു. ആ പടത്തിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ കുഞ്ചാക്കോബനെ നായകനാക്കിക്കൊണ്ട് ഇറങ്ങിയില്ലായിരുന്നോ? ഈ പടം വന്നായിരുന്നു. കുഞ്ചാക്കോബൻ പോലീസ് ഓഫീസറായിട്ട് വരുന്ന പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി, ക്ഷമിക്കണം. അങ്ങേരുടെ തിരക്കഥയ്ക്ക് വാല്യൂ, അങ്ങേർക്ക് എന്തുകൊണ്ട് നാഷണൽ അവാർഡ് കിട്ടി, അങ്ങേർക്ക് എന്തുകൊണ്ട് മികച്ച സംവിധാനമുള്ള അവാർഡ് കിട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ. ഞാൻ പറയുന്നു, ദ ബെസ്റ്റ് മൂവീസ് ദിസ് ഇയർ, ഈ വർഷത്തെ ഏറ്റവും നല്ല മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, റോന്ത് സിനിമ അടിപൊളിയാണ്. കാരണം ഒരു റിയലിസ്റ്റിക് സിനിമ, ഒരു ഏച്ചുകെട്ടും ഇല്ലാതെ എങ്ങനെ, അതായത് മനുഷ്യൻ നമ്മൾ ഒരു രാത്രിയിൽ പെട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസുകാരുടെ അന്നത്തെ രാത്രിയുടെ കഥയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്ക് കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു രാത്രി നടക്കുന്ന സംഭവം. ആ രാത്രിയിൽ അവർ പെട്രോളിങ്ങിന് ഇറങ്ങുന്നു. ആ പെട്രോളിങ്ങിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ആ സംഭവങ്ങളുമായിട്ട് എങ്ങനെ കണക്ഷൻ, പല സംഭവങ്ങളുണ്ട്, ആ പല സംഭവങ്ങളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന 2 പോലീസുകാരുടെ ജീവിതമാണ് കാണിക്കുന്നത്. ഇതിൽ വേറെയും കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്കിൽ പോലും നമ്മൾ അവരെ ആരെയും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ രണ്ടുപേരും ഫോക്കസ് ചെയ്യുന്ന ഈ 2 പോലീസുകാരെ, അതായത് ദിലീഷ് പോത്തനെയും റോഷൻ മാത്യുവിനെയും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. കാരണം അവരുടെ പെർഫോമൻസ്. ദിലീഷ് പോത്തൻ, എൻ്റെ മനുഷ്യ, നിങ്ങൾ ഇത്രയും കാലം ചെയ്തു വെച്ചിട്ടുള്ള ഏതൊക്കെ റോളുകളുണ്ടോ അതെല്ലാം ഞാൻ മറന്നു. ഇപ്പം നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന ഈ റോന്ത് എന്ന സിനിമയുടെ ഈ കഥാപാത്രം എൻ്റെ മനസ്സിൽ എന്നും കാണും. ഇതിനപ്പുറം നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതും മാറും. ഇതുവരെയുള്ള ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റോളാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദ ടൈലർ മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് അങ്ങേർക്ക് വേണ്ടി എഴുതി വെച്ച റോളായിരുന്നു. അതുപോലെ തന്നെ റോഷൻ മാത്യുവിനെ നമ്മൾ താടിയില്ലാതെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ക്യാരക്ടർ ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഷേവ് ചെയ്തത്. എന്തായാലും അടിപൊളി പെർഫോമൻസ്. ഈ ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയിൽ ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവനെ കൊണ്ട് പലതും ചെയ്യിക്കാൻ പറ്റും. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഈ ദിലീഷ് പോത്തൻ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീഷ് പോത്തൻ്റെ റോള്, അതായത് ഈ റോന്ത് സിനിമയിലെ റോള് അങ്ങേർക്ക് വളരെ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ക്യാരക്ടർ ഒരുപാട് എന്താ പറയുക, സാഹചര്യങ്ങൾ തരണം ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒരു സമയം നമുക്ക് ഇങ്ങനെ ക്രൂരനാന്ന് തോന്നും, ഒരു സമയം നമുക്ക് തോന്നും ഇത് അങ്ങേര് അങ്ങനല്ല, അങ്ങേര് ഇത്രയും നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പല ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അതൊക്കെ എന്ത് മനോഹരമായിട്ട് ചെയ്തേക്കെന്ന് അറിയോ. അതുപോലെ തന്നെ റോഷൻ മാത്യു പുതുതായിട്ട് അപ്പം ജോലി കിട്ടി ഈ പോലീസിലേക്ക് ചേരുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ എടുത്തുചാട്ടവും കാര്യങ്ങളും ഒക്കെ എന്ത് മനോഹരമായിട്ട് ചില സീനുകളൊക്കെ ഉണ്ട്, നമുക്ക് ഡിസ്റ്റർബിങ് ആയി പോകും. അത് നായാട്ടിനകത്തും കണ്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഡിസ്റ്റർബിങ് സീൻ ഈ ഇരട്ടവരല്ല, അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷനാണ്, നമുക്ക് ശരിക്കും ഡിസ്റ്റർബിങ് തോന്നിപ്പോകും. അങ്ങനത്തെ ചില സീനുകളൊക്കെ ഉണ്ട്, മനസ്സിനെ പിടിച്ചൊലയ്ക്കുമെന്ന് പറയാം. വല്ലാത്തൊരു പടം. ഫാന്റാസ്റ്റിക് മൂവി. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലേഴ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നായാട്ടുമായിട്ട് കണക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ SCU യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നായാട്ട് സിനിമയായിട്ട് എനിക്ക് തോന്നിയതായിരിക്കാം, ഒരു ന്യൂസ് റീഡിങ് കട്ടിങ്സ് കാണിക്കുന്നുണ്ട്, ന്യൂസ് റീഡിങ് ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ ഒക്കെ ഒരു
തിരോധാനത്തിന് അവർ അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് എല്ലാവരും പോയി കണ്ടു. അടിപൊളി പടം.